എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ മകം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മകം നക്ഷത്രം വരുന്നത് ചിങ്ങം രാശിയിലാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജൂൺ 2 വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 11-ലും തുടർന്ന് 12-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനി അഷ്ടമത്തിലും രാഹു 7-ലും കേതു ജന്മത്തിലും സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷഫലമാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന കാലയളവാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പല വിധത്തിലും വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും 2026 മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല പദ്ധതികളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടിട്ട് അതിനകത്തൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്കല്ല അതെല്ലാം മാറി ആദ്യ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അതെല്ലാം പൂർത്തീകരിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. പല വഴിക്കും ധനാഗമനം ഉണ്ടാകുന്ന കാലയളവാണ്. ദാമ്പത്യപരമായിട്ടും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല തരത്തിലുള്ള നേട്ടങ്ങളും ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ രംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിയിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ബിസിനസ് രംഗത്തും കുടുംബജീവിതവും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യഥാസമയം വൈദ്യസഹായം തേടേണ്ടതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യമുണ്ടാകുന്നതാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ചെറിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മകം നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.